നമസ്കാരം. മാതൃഭൂമി ന്യൂസിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാ ഈ വിധി ദിനത്തിൽ നമുക്ക് തുടങ്ങാം. ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ആവേശം അത് ഉറപ്പാണ് എന്ന് ഉറപ്പിച്ച ആ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണമൊക്കെ കഴിഞ്ഞതാ വോട്ടെണ്ണാൻ പോവുകയാണ്. പെട്ടി പൊട്ടിക്കുമ്പോൾ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഓരോ നിമിഷവും കണക്ക് തെറ്റാതെ കൃത്യമായി, അതും ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ വിപുലമായി തന്നെ നമ്മൾ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അറിയാം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ എത്രത്തോളം കൃത്യമായാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചത് എന്ന്. ആ വിശ്വാസത്തിൽ നമുക്ക് തുടങ്ങാം. അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ആകാംക്ഷയേറ്റിയ, ഏറ്റവും ആത്മവിശ്വാസമേറ്റിയ മുന്നണികളുടെ പോരിന്റെ ചൂടിൽ കേരളം തിളച്ചു മറിഞ്ഞ പ്രചാരണ കാലത്തിന് ശേഷം 3 ഇടങ്ങളിലെ വിധി ഇന്ന് വരികയാണ്. പാലക്കാട്ട് ഒരു കോട്ടയാണുള്ളത്. അവിടെ ആരാണത് കീഴടക്കുക എന്ന ചോദ്യം. പാലക്കാട്ട് ഒരു കോട്ടയുണ്ടെങ്കിൽ ചേലക്കരയുള്ളത് LDFന്റെ കോട്ടയാണെന്ന ആത്മവിശ്വാസത്തിൽ അവിടെ അത് എത്ര മാനം മുട്ട ഉയർന്നു നിന്നാലും തച്ചു തകർക്കുമെന്ന ആത്മവിശ്വാസത്തിൽ മറ്റു മുന്നണികൾ ഇങ്ങനെ വയനാടൻ ചുരം പോലെ കൊട്ടിക്കുത്തിയേർന്ന UDFന്റെ ഭൂരിപക്ഷം എക്കാലവും കണ്ടിട്ടുള്ള ഇടത്ത് എന്താണ് സംഭവിക്കുക, എന്ത് അട്ടിമറിക്കാണ് സാധ്യത എന്ന് അന്വേഷിച്ചിറങ്ങുന്ന മുന്നണികൾ അങ്ങനെ പടപ്പുറപ്പാടിന്റെ 10-35 ദിവസത്തിന് ശേഷം എത്തുകയാണ് വിധി ദിനം. സമഗ്ര കവറേജ്, സകലവിധമാർന്ന ആവേശത്തിന്റെയും കാഴ്ചകൾ, സമഗ്രമായ വിവരങ്ങൾ, റിപ്പോർട്ടുകളുമായി മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. കൗണ്ടിംഗ് സെന്ററുകളിൽ വിവിധ ഇടങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം തയ്യാറാണ്. പാലക്കാടാണ് ഏറ്റവും വലിയ കൗതുകം ഒളിപ്പിച്ചു വെച്ചിരുന്നത്. പാലക്കാടൻ കോട്ട ആര് പിടിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു 3 മുന്നണികൾക്കും. ആ തടസ്സങ്ങളെ അതിജീവിച്ച് ആരാണ് ആ കോട്ടയ്ക്ക് മുകളിൽ കൊടിനാട്ടാനായി കയറി പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പാലക്കാട്ടെ വോട്ടെണ്ണലിന്റെ ചിത്രമാണ് ഏറ്റവും ആവേശകരം. അതേസമയം ആലത്തൂരിൽ വലിയൊരു മത്സരത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ 28 വർഷത്തെ ചരിത്രം അത് മാറ്റുമോ UDF ഒരു തേരോട്ടം നടത്തുമോ, പഴയകാല ചേലക്കരയുടെ ചരിത്രത്തിലേക്ക് മടങ്ങിപ്പോകുമോ എന്ന ചോദ്യമൊക്കെ നിൽക്കുകയാണ്. പാലക്കാട്ടെ വോട്ടെണ്ണൽ വിവരങ്ങളിലേക്ക് ആദ്യം ഒന്ന് നമ്മൾ വന്നാൽ എങ്ങനെയായിരിക്കും വോട്ടെണ്ണുക എന്നതിനെ കുറിച്ചൊന്ന് പറയാം, അല്ലേ മാധു? ഓരോ ടേബിളുകളായി 14 ടേബിളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 14 ടേബിളില്ല, 19 ടേബിളുണ്ട്. അതിൽ നമ്മുടെ പോസ്റ്റൽ വോട്ടും സർവീസ് വോട്ടും ഉൾപ്പെടെ എണ്ണുന്നുണ്ട്. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് പതിവ് പോലെ എണ്ണുക. അതിനുശേഷം ടേബിളുകളിലേക്ക് വന്നാൽ ഒരു റൗണ്ടിൽ 14 ടേബിളുകൾ ക്രമീകരിച്ചിട്ടുണ്ടാകും. അതിലാണ് വോട്ടെണ്ണൽ നടക്കുക. അതായത് 14 ബൂത്തിലെ വോട്ട് ഒരേ സമയം എണ്ണുകയാണ്. ഈ 14 ബൂത്തിലെ വോട്ട് എണ്ണി കഴിയുമ്പോൾ തന്നെ അവിടുത്തെ കൃത്യമായ അപ്ഡേറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എല്ലാവർക്കും അറിയുന്ന പോലെ പാലക്കാട് നഗരസഭയാണ് ആദ്യമായി എണ്ണാൻ പോകുന്നത്. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ സിംഹഭാഗം വോട്ടുമുള്ളത് നഗരസഭയിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിധി നിർണായക ഘടകമായി മാറാൻ പോകുന്നത്. ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും നഗരമേഖലയിൽ നിന്ന്. കഴിഞ്ഞ തവണയൊക്കെ നഗരമേഖല എണ്ണുന്ന സമയത്ത് BJPയുടെ E ശ്രീധരൻ സ്ഥാനാർത്ഥിയാകുന്ന പശ്ചാത്തലത്തിൽ E ശ്രീധരനും BJPക്കും തന്നെയായിരുന്നു മേൽക്കൈ. പിന്നീട് പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ എത്തുന്ന സമയത്താണ് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ അവിടെ രൂപപ്പെടുന്നത്. ഇത്തവണ എന്താണ് പാലക്കാട് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയ ആകാംക്ഷ തന്നെയാണ്. 6000-അപ്പുറത്തേക്ക് ലീഡ് ഉണ്ടായിരുന്നു E ശ്രീധരന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ മാത്രം. ആ ലീഡ് ഓർക്കണം. തൊട്ടടുത്ത് പിരായിരി പഞ്ചായത്തിലേക്ക്, പഞ്ചായത്തിലെ 6000 വോട്ടാണ് പിരായിരിയിൽ UDF സ്വന്തമാക്കിയത്. വോട്ടെന്ന് പറയുമ്പോൾ 10-25,000 വോട്ടേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ നഗരസഭയിലെ ഇത്രയും വോട്ടെണ്ണി വന്നപ്പോൾ 6500-ന്റെ ലീഡ് എന്നത് ഒറ്റയടിക്ക് കുറയുകയായിരുന്നു. പിരായിരിയിൽ 221 വോട്ടിന്റെ ലീഡിലേക്ക് ഷാഫി പറമ്പിലെത്തി. അതായത് 12,000-ൽ പരം വോട്ട് UDFന് ലഭിച്ചപ്പോൾ, ഷാഫിക്ക് ലഭിച്ചപ്പോൾ അതിന്റെ നേർപകുതി വോട്ടാണ് LDFനും BJPക്കും ലഭിച്ചത് എന്നതാണ് അത്ഭുതകരമായ കാര്യം. ഇക്കുറി എങ്ങനെയായിരിക്കും പാലക്കാട്ടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി പറയുന്ന പോളിംഗ് ശതമാനം പിരായിരി അടക്കമുള്ള മേഖലയിൽ കുറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ജഗദീഷിനെ നേരിൽ കണ്ടതാണ്. UDFന്റെ സംഘടനാ സംവിധാനം അപ്പാടെ അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പരമാവധി വോട്ടുകൾ പോൾ ചെയ്യാനുള്ള ശ്രമമൊക്കെ അവിടെ ഉണ്ടായി.